അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6-ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപ്പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിപ്പിക്കാം. അവിടെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്ത് നിന്നും ശരിയായതിന് നേരെ എടുത്തെഴുതാനാണ്. അപ്പം നമുക്ക് ആദ്യം ഒന്നാമത്തേത് നോക്കാം. വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. അപ്പം മൂന്നാമത്തെ ഭാഗത്തുള്ളത് നോക്കാം. 14 തറാവീഹ്, ഹൈള്, നിഫാസ്, ളുഹാ നിസ്കാരം, പെരുന്നാൾ ദിവസം, ഹിജ്റ 2-ാം വർഷം. അപ്പോൾ വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. എപ്പോഴാണ്? പെരുന്നാൾ ദിവസം. അപ്പോൾ പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത്. രണ്ടാമത്തേത് സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള ആയത്തുകൾ എത്രയാണ്? 14. അപ്പോൾ അവിടെ 14 എന്ന് എടുത്ത് എഴുതി കൊടുക്കുക. മൂന്നാമത്തേത് ശരിയായ മുഅ്മിനിന്റെ അടയാളം ളുഹാ നിസ്കാരം. നാലാമത്തേത് വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ തറാവീഹ്. അപ്പോൾ വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ അതാണ് എന്ത്? തറാവീഹ് എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ടത് ഹിജ്റ 2-ാം വർഷം. അവസാനത്തെ ചോദ്യം നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഹൈള്, നിഫാസ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് വിധികൾ എഴുതാം. താഴെ 5ഓളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവയുടെ വിധികളാണ് എഴുതി കൊടുക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം സ്ത്രീ ധരിക്കൽ അതെന്താണ്? കറാഹത്താണ്. അപ്പം അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം സ്ത്രീ ധരിക്കൽ കറാഹത്ത്. രണ്ടാമത്തത് റമളാൻ അവസാന പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താകുന്നു. 3 തറാവീഹിലെ എല്ലാ 2 റക്അത്തുകളിലും സലാം വീട്ടൽ നിർബന്ധമാണ്. അവിടെ നിർബന്ധമാണ് എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് 5 വഖ്ത് നിസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കൽ എന്താണ്? ശക്തിയായ സുന്നത്ത്. അപ്പൊ ശക്തിയായ സുന്നത്ത് എന്നുള്ളതാണ് അവിടെ വിധിയായിട്ട് വരുന്നത്. അഞ്ചാമത്തത് കാരണമില്ലാതെ തഹിയ്യത്ത് നിസ്കാരം ഒഴിവാക്കൽ അതെന്താണ്? കറാഹത്താണ്. അപ്പൊ നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് കറാഹത്ത്. അപ്പൊ അത് കാരണമില്ലാതെ ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ്. മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ഏറ്റവും കുറഞ്ഞ റുക്വഅ്. ഉത്തരം മുൻവശത്തേക്ക് നേരിടുന്ന നിലയിൽ കുനിയലാണ്. അപ്പൊ ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞ റുക്വ എന്താണ്? മുൻവശത്തേക്ക് നേരിടുന്ന നിലയിൽ കുനിയലാണ്. രണ്ടാമത്തേത് ഗ്രഹണ നിസ്കാരം പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം. അപ്പോൾ പൂർണ്ണമല്ല, പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം എങ്ങനെയാണെന്നാണ്. ഉത്തരം ഓരോ റക്അത്തിലും ഒരു നിറുത്തവും ഒരു ഖിറാഅത്തും ഒരു റുക്ഉഉം കൂടുതലാക്കലാണ്. അപ്പോൾ ഓരോ റക്അത്തിലും ഒരു നിറുത്തവും ഒരു ഖിറാഅത്തും ഒരു റുക്ഉഉം കൂടുതലാക്കലാണ് ഗ്രഹണ നിസ്കാരത്തിൽ പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം. മൂന്നാമത്തേത് തസ്ബീഹ് നിസ്കാരത്തിലെ തസ്ബീഹിന്റെ വചനം എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി അവസാനത്തെ ചോദ്യമാണ് വിത്ർ. 3 റക്അത്ത് നിസ്കരിക്കുന്നവന് ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ സൂറത്തുൽ അഅ്ല, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅ്ല, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, മൂന്നാമത്തെ റക്അത്തിൽ ആദ്യത്തെ റക്അത്തിൽ മുഅവ്വിദത്തൈനി, പിന്നെ ഉള്ളതിന് എന്ത്? ഇഖ്ലാസ് അല്ലേ? അത് അവസാനത്തെ ആ ഒരു റക്അത്തിൽ അഥവാ മൂന്നാമത്തെ റക്അത്തിൽ ചൊല്ലേണ്ട സൂറത്തുകളാണ് ഏതെല്ലാം? മുഅവ്വിദത്തൈനിയും ഇഖ്ലാസും. ഇനി
നാലാമത്തെ ഭാഗമാണ് സമയം എഴുതാം. അപ്പോൾ ഓരോ നിസ്കാരം അവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സമയമാണ് എഴുതാനുള്ളത്. ഒന്നാമത്തത് സ്വലാത്തുൽ കുസൂഫൈനി. ഇപ്പൊ ഗ്രഹണ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ്. രണ്ടാമത്തത് സ്വലാത്തുൽ ഈദൈനി, പെരുന്നാൾ നിസ്കാരത്തിൻ്റെത് എപ്പോഴാണ്? സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയാണ്. മൂന്നാമത്തെ സ്വലാത്തു ളുഹ, സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ ഉച്ച വരെയാണ്. ഇനി അഞ്ചാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മസ്ബൂക്ക് എന്നാൽ ആര്? ഉത്തരം ഇമാമിന്റെ നിറുത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ്. അപ്പൊ അവനാണ് എന്ത് പറയുക? മസ്ബൂക്ക് എന്ന് പറയുക. രണ്ടാമത്തെ ചോദ്യം, സുജൂദ് വേണ്ട പോലെ ചെയ്യാൻ കഴിയാത്തവർ തലയിൽ പോലുള്ളവ വെക്കൽ വാജിബാണ് എപ്പോൾ? അപ്പൊ തലയണ പോലെയുള്ളവ വെക്കൽ വാജിബാണ് എപ്പോഴെന്നാണ്. അപ്പൊ സുജൂദിന് സുജൂദ് വേണ്ട പോലെ ചെയ്യാൻ കഴിയാത്തവൻ തലയണ പോലുള്ളവ വെക്കൽ വാജിബാണ് എപ്പോഴാണ്? തലയണ എപ്പോഴാണ് വെക്കണത് നമുക്കറിയാം അല്ലെ? തലയേക്കാൾ ചന്തി ഉയർത്താൻ കഴിയുമെങ്കിൽ, അപ്പോൾ തലയേക്കാൾ ചന്തി ഉയർത്താൻ കഴിയുമെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? തലയണ പോലെയുള്ളത് വെക്കേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തത്, ആട് മാട് ഒട്ടകങ്ങളെ കാണുമ്പോൾ തക്ബീർ സുന്നത്താണ് ഏതു ദിവസങ്ങളിൽ? ദുൽഹിജ്ജ 10 ദിവസം. നാലാമത്തെ ചോദ്യം, സുജൂദു സഹവ് എന്നതിൽ സഹവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അപ്പൊ നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ്. അപ്പൊ നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ് സഹവ് കൊണ്ട് എന്താക്കുന്നത്? ഉദ്ദേശിക്കുന്നത്. ഇനി ആറാമത്തത് 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, തുടർച്ച സ്വഹീഹാകാനുള്ള ഷർത്തുകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത്, ഇമാമിന്റെ പോക്ക് വരവുകളെ മഅ്മൂം അറിയൽ, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ആയിരിക്കൽ, ഇമാമിന്റെ പോക്ക് വരവുകളെ മഅ്മൂം അറിയൽ. അപ്പൊ അത് ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ഇമാമിന്റെ ഷർത്തുകൾ എന്താണ്? മഅ്മൂം പുരുഷനോ ഖുൻസയോ ആണെങ്കിൽ ഇമാം പുരുഷനായിരിക്കുക. അപ്പൊ മഅ്മൂം പുരുഷനോ ഖുൻസയോ ആണെങ്കിൽ ഇമാം ആരായിരിക്കണം? പുരുഷനായിരിക്കണം. അത് ഇമാമിന്റെ ഷർത്താണ്. രണ്ടാമത്തത്, മഅ്മൂം ഓതാൻ അറിയുന്നവനാണെങ്കിൽ ഇമാം ഓതാൻ അറിയുന്നവനായിരിക്കുക. അപ്പോൾ മഅ്മൂം ഓതാൻ അറിയുന്ന ആളാണെങ്കിൽ ഇമാം എന്തായിരിക്കണം? ഓതാൻ അറിയുന്ന ആളായിരിക്കണം. അപ്പൊ അത് രണ്ടുമാണ് അവിടെ എഴുതാനുള്ളത്. മൂന്നാമത്തത്, ഖുഫിന്റെ മേൽ തടവൽ അനുവദനീയമാവാനുള്ള ഷർത്തുകൾ. ഖുഫിന്റെ മേൽ തടവൽ അനുവദനീയമാവാനുള്ള ഷർത്തുകൾ എന്തെല്ലാമാണ്? 2 ഇവിടെ എഴുതാനുള്ളത്. ഒന്നാമത്തെ, ഖുഫ ശുദ്ധിയുള്ളതായിരിക്കൽ. രണ്ടാമത്തത്, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ. മൂന്നാമത്തത്, ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കൽ. ഇപ്പൊ ഏതെങ്കിലും 2 അവിടെ എഴുതി കൊടുക്കുക. ഇനി ഏഴാമത്തത്, 2 വീതം എഴുതാം. പുരുഷനായി ഒരു മഅ്മൂം ഇമാമിന്റെ ഡാഷ് അല്പം പിന്തി നിൽക്കണം. അപ്പൊ അവിടെ എന്തൊരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. 2 വീതം എഴുതാം എന്നുള്ളതല്ല, അവിടെ പൂരിപ്പിക്കാനുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത്, പുരുഷനായ ഒരു മഅ്മൂം ഇമാമിന്റെ ഡാഷ് അല്പം പിന്തി നിൽക്കണം. അപ്പൊ അവിടെ വലഭാഗത്ത് എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത്, തഹജ്ജുദ് റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം ഡാഷ് നീളമാക്കലാണ്. അപ്പോൾ അവിടെ നിറുത്തം എന്നുള്ളതാണ് എഴുതാനുള്ളത്. മൂന്നാമത്തത്, സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഡാഷ് എന്താണ്? സുന്നത്ത് നിസ്കാരങ്ങൾ. നാലാമത്തത്, ഹലാലായ യാത്രയിലെ ഡാഷ് ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല സുന്നത്ത് നിസ്കാരത്തിലും. അപ്പോൾ അവിടെ സുന്നത്ത് നിസ്കാരത്തിലും എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.